ഹലോ ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, നമ്മുടെ ലോക 2-ൻ്റെ ഒരു അനൗൺസ്മെൻറ്റ് വീഡിയോ വന്നിട്ടുണ്ടെന്ന് ഞാൻ ഇന്ന് ലൈവ് പോയപ്പോൾ നമ്മുടെ പിള്ളേർ പറഞ്ഞ്. ഞാൻ വിചാരിച്ചത്, ഞാനൊരു പോസ്റ്റർ കണ്ടായിരുന്നു നമ്മുടെ ടൊവീനോയും ദുൽഖറും കൂടെ ഒരുമിച്ചിരിക്കുന്നത്. ഞാൻ വിചാരിച്ചാൽ പോസ്റ്റർ മാത്രമാണ് ഈ അനൗൺസ്മെൻ്റ് എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ഒരു ടീസർ പോലത്തെ ഒരു വീഡിയോ വന്നിട്ടുള്ള കാര്യം ഞാൻ അറിഞ്ഞില്ല. എന്താണെങ്കിലും നമ്മൾ അത് റിയാക്ട് ചെയ്യാൻ പോവുകയാണ്. യൂട്യൂബ് എവിടെ, സാധനം കയ്യിലുണ്ടോ ഗൈസ്? ഇതാ വന്ന് ലോക വെൻ ലെജൻഡ്സ് ചിൽ 2.3 മില്യൺ വ്യൂസ് ഇൻ 8 hours. മൈക്കിൾ ചാർലി 2 മിനിറ്റും 56 സെക്കൻഡും ഉള്ളൊരു സാധനമാണ്. ലെറ്റ്സ് വാച്ച് ഗൈസ്. എടോ, എന്നെ ഇടയ്ക്കൊക്കെ ഒന്ന് വിളിക്കടോ. എപ്പോഴും വേണ്ട, വല്ലപ്പോഴും ഒരു 50 കൊല്ലം കൂടുമ്പോഴോ 100 കൊല്ലം കൂടുമ്പോഴോ താല്പര്യമില്ല. നീ ഒരു ബോറനായതുകൊണ്ട് കള്ളു കുടിച്ചാൽ ആരും ബോറൻ. ഞാൻ ബോറനോ? താനാണോ ബോറൻ? ഞാൻ ഫണ്ണ. പിന്നെ ഈ കള്ളുകൂടി ഞങ്ങളെ ചാത്തന്മാരുടെ ഒരു ബേസിക് ട്രീറ്റ് ആണ്. ഞാൻ മാത്രമല്ല, എന്റെ 389 ബ്രദേഴ്സും ക്രോണിക് ആൽക്കഹോളിക്സ് ആണ്. കള്ളു കുടിച്ചാൽ ഞങ്ങൾ ഭയങ്കര ഫണ്ണ. ഇയാളൊരു മാതിരി. എന്തിനാണ് അത്ര ബലം പിടിക്കുന്നത്? ഒന്ന് ഫ്രീയാ അവിടെ. ബുക്കും വാളും നല്ല രസമുണ്ടല്ലേ രണ്ടുപേരും കോമ്പിനേഷൻ. നമ്മളെ പറ്റിയ ഫസ്റ്റ് ചാപ്റ്റർ അവളാ. കളിയങ്കാട്ട് നീതി, മൈ ഗേൾ. ചാപ്റ്റർ 2 ഞാനാ മോനെ. സോ നൈസ്. ഇത് അവര് നേരത്തെ എടുത്താണ് കേട്ടോ. ഒരു കാര്യം ചോദിക്കട്ടെ, ഹിറ്റ്ലറിന് തട്ടിയത് താനല്ലടോ? അല്ല, ഇതിനകത്ത് അങ്ങനെയൊക്കെ എഴുതി വെച്ചേക്കുന്നേ. അതുകൊണ്ട് ചോദിച്ചാ നിനക്ക് എന്താ വേണ്ടേ? നൈസ് അല്ലേ? എന്റെ ചേട്ടൻ പുറത്തിറങ്ങിയിട്ടുണ്ട്. നിങ്ങൾ എത്ര പേര് ഇതിന്റെ ലാസ്റ്റ് കണ്ടിട്ടുണ്ടെന്ന് അറിയത്തില്ല. അതിൽ 2 ഇതുണ്ട്, ആഫ്റ്റർ ക്രെഡിറ്റ് സീനുണ്ട്. അതിൽ നമ്മുടെ ടൊവീനോരെ ബ്രദറിനെ കാണിക്കുന്നുണ്ട്. എവിടെയാണെന്നേ, മറ്റേ സുഭാഷ് കുഴി വീണ ഒരു കേവ് ഉണ്ടല്ലോ, അവിടെ എവിടെയാണ്? മൂത്തോന് തന്നെയാണോ അവന് വേണ്ടത്? ഓ, എനിക്ക് പേടിയൊന്നുമില്ല, എന്നാലൊരു ഭയം. ചേട്ടനല്ലേ, അവന് എന്തെങ്കിലും സഹായം ആവശ്യം വന്നാൽ വിളിക്കും. വരുമോ? ഇയാൾക്കൊരു കൂട്ടം ജാടയാണ്. വരാന്ന് പറയണോ? അവനൊരു ഭ്രാന്തനാണ്. ഓ, നിന്റെയൊക്കെ കുടുംബ പ്രശ്നത്തിൽ ഞാനെന്ന് പറയണം ബ്രോ. നമ്മളൊക്കെ ഒരു കുടുംബമല്ലേ ബ്രോ? അല്ല ബ്രോ, എനിക്കറിയാം താൻ വരുമെന്ന്. ഇല്ലെങ്കിൽ ചാത്തന്മാര് തന്നെ കൊണ്ടുവരും. ഓ മാൻ, നീ വിളിക്ക്, നമുക്ക് നോക്കാം. എടാ ഇതെന്തോ ആടെ ഇത്? ചാത്തന്മാർ വീണ്ടും വരും. ഓ, അടുത്തത് ടൊവീനോ. എന്റെ അമ്മോ, ലോക ചാപ്റ്റർ 2 മൈക്കിൾ. മൈക്കിളല്ലേ? മൈക്കിളല്ലേ? മൈക്കിളല്ല, ചാപ്റ്റർ 2 എന്ന് മാത്രം. പക്ഷെ മൈക്കിളായ ഇടേ എന്തോ ആടെ ഇത്? അപ്പോൾ ഈ സാധനമൊക്കെ അവർ നേരത്തെ ഷൂട്ട് ചെയ്ത് വെച്ചാൽ ഇത് ഇപ്പം എടുത്തല്ലേ ഇത്? ഇന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ ദേ ഹാവ് എ പ്രോപ്പർ പ്ലാൻ. ഞാൻ പറഞ്ഞില്ലേ, നമ്മളെ മറ്റേ ഈ കുണച്ച ഒരു സെക്കൻഡ് പാർട്ട് ഇട്ടിട്ട് മറ്റേ ഒന്നുമില്ലാതെ ഇങ്ങനെ നിൽക്കണമാരുണ്ടല്ലേ, അതല്ല ഇത്. പക്ക പ്ലാൻ ചെയ്ത് വെച്ചിട്ടുള്ളൊരു പക്ക സ്ക്രിപ്റ്റ് വരെ കയ്യിലുണ്ട് കേട്ടോ. സോ ഹാപ്പി മാൻ. ഞാൻ പറഞ്ഞില്ല, ഇതുപോലെ ആയിരിക്കണം. എവിടെ லோகேஷ் அண்ணே, நீங்கள் பார்த்துட்டு இருக்கீங்க, எனக்கு சொல்ல வந்து இருக்குது, இந்த மாதிரி பண்ணணும். நீங்கள் வந்து യൂണിവേഴ്സ് ക്രിയേറ്റ് பண்ணுമ്പോൾ இந்த மாதிரி ടപ്പേന്ന് പറഞ്ഞ് സിനിമകൾ റിലീസ് பண்ணணும். ഇല്ലെങ്കിൽ നാട്ടുകാർ മറന്നു പോവും. മനസ്സിലായോ? നാട്ടുകാർ മറന്നു പോവും. അത് തന്നെ. ഇങ്ങനെ പ്ലാൻ ഉണ്ടാവണം കേട്ടോ. അല്ലാതെ മറ്റേ അവിടെ നിന്ന് കുറേ ഇത് മറ്റേത് കോടികൾ തേങ്ങ അതല്ല. കറക്റ്റ് കണ്ട ആ ഒരു യൂണിവേഴ്സ് പക്കയായിട്ട് ക്രിയേറ്റ് ചെയ്തത്. അതായത് അടുത്തത് എനിക്കാണ് ഒടിയൻ ദുൽഖറിൻ്റെ ചാപ്റ്റർ 3. 5 ചാപ്റ്റർ ആണെന്നാണ് പറയണത്.
മോനെ ഈ സെക്കൻഡൊക്കെ ഹിറ്റ് എന്തു രസമോടെ ആ ആർട്ടൊക്കെ ചെയ്ത് വെച്ചേക്കണത് തല കുത്തനെ നമ്മൾ വിചാരിക്കും കഴുത്ത് പിടിച്ചിട്ട് ഇങ്ങനെ നേരെ നിൽക്കുകയാണ് പക്ഷേ വേറെ ഉൾട്ട സ്പൈഡർമാൻ മാൻ ദിസ് യൂണിവേഴ്സ് ഐ ഹാവ് ഹൈ ഹോപ്സ് ഐ ആം ലുക്കിംഗ് ഫോർവേഡ് ടു സീ മമ്മുക്ക ആൻഡ് ദുൽഖർ ഇൻ വൺ ഫ്രെയിം ഇത് അവർ പക്കയായിട്ട് പോവുകയാണെങ്കിൽ ഉണ്ടല്ലോ ലോക വിൽ ബി ആൻ ഔട്ട്സ്റ്റാൻഡിങ് ഹിറ്റ് 200 കോടിയൊന്നുമല്ല അതുക്ക് മേലെ പോകാനുള്ള സകല പൊട്ടൻഷ്യലുള്ള ഒരു സിനിമ ഒരു ഫ്രാഞ്ചൈസ് ഓൾ ദ വെരി ബെസ്റ്റ് DQ നമ്മുടെ ഡൊമിനിക് അരുൺ റൈറ്റർ എല്ലാവരും നമുക്ക് പൊളിക്കണം മോനെ അടുത്ത പടം വിഷയം